2016 കാലം ഒരു പുതിയ സംവിധായകൻ രംഗത്ത് വരുന്നു, നിതിൻ രഞ്ജിത്ത് പണിക്കർ. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മമ്മൂട്ടിയെ നായകനായ ഒരു ചിത്രം. കഫബ എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. അതിനകത്ത് ഒരു രംഗം സ്ത്രീ വിരുദ്ധത കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രേക്ഷക സമൂഹം ഇരു കൈ നീട്ടി സ്വീകരിച്ച ചിത്രമാണെങ്കിലും സിനിമയിലെ തന്നെ ചില യുവ കേസരികൾ സ്ത്രീ കേസരികൾ അന്ന് സ്ത്രീ വിരുദ്ധത എവിടെ കണ്ടാലും എതിർക്കാൻ വേണ്ടി കൈയും നഖവും ഉപയോഗിച്ച് ഒരു തലമുറ ഉയർന്നു വരുന്ന കാലമായിരുന്നു. WCC എന്ന് പറയുന്ന സംഘടനയൊക്കെ ഉദയം ചെയ്ത സമയം, അമ്മ എന്ന സംഘടനയെ എതിർക്കുന്ന ഒരു സമയം. അന്നാണ് പാർവതി, ഗീതു മോഹൻദാസ്, റീമ കല്ലിങ്കൽ, അങ്ങനെ ഒരു കൂട്ടം സ്ത്രീകൾ WCC എന്ന് പറയുന്ന സംഘടനയും സ്ത്രീ വിരുദ്ധത, എല്ലാ മേഖലയിലെയും സ്ത്രീ വിരുദ്ധത അവർ തുറന്നു പറയുകയും ചെയ്യുന്ന സമയത്താണ് കഫബ എന്ന് പറയുന്ന ചിത്രത്തിലെ ഈ രംഗം പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് ആ രംഗം ഒന്ന് കാണാം. Pardon me for not saluting you. I'll make it up to you. And I bet you will walk wrong for a week. പോലീസുകാരിയെ മമ്മൂട്ടി ബെൽറ്റെ പിടിച്ച്, അത് പാൻറ്റിൻ്റെ എന്തോന്ന് പിടിച്ച് ഇങ്ങോട്ട് മാറ്റി നിർത്തുന്നത് അത് തികഞ്ഞ സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ മൂന്ന് പേരും എല്ലാം മിക്കവാറും ഇവരുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളെല്ലാം ഇതിനെതിരെ പരാമർശം നടത്തി. എനിക്ക് തോന്നുന്നു ആ പടത്തിന് അതൊരു മാർക്കറ്റിംഗ് തന്ത്രവുമായി. കാരണം അന്ന് പാർവതിയോടൊപ്പം ഇരുന്ന് പറയൂ പാർവതി ഒരു സമയത്ത് ആ പേര് പറയാൻ തയ്യാറായില്ല. ചില പടങ്ങളിൽ സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പം അല്ല പേര് പറയൂ എന്ന് പറഞ്ഞ ഗീതു മോഹൻദാസ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. നമുക്കതൊന്ന് കാണാം. I would not like to say major hit ആയിരുന്നു എന്ന്. You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of Kasaba, wouldn't want to say it. And one of Kasaba. ഇത് ചലച്ചിത്രമേളയുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിലാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ പേര് പറയാതിരുന്നിട്ട് പോലും ഗീതു മോഹൻദാസാണ് പറയൂ എന്ന് പറഞ്ഞിട്ട് പാർവതിയെ ഹരം കയറ്റി പാർവതി ആ പേര് പറഞ്ഞു. കഫബ എന്ന് പറഞ്ഞ ചിത്രമാണ്. അവസാനം പാർവതിക്ക് അതൊരു പണിയാകുകയും ചെയ്തു. അന്നത്തെ കാലത്ത് മമ്മൂട്ടി ഫാൻസിൽ നിന്ന് ആവശ്യത്തിന് തെരുവിളിയും കേട്ടു, ഡിഗ്രേഡിങ്ങും ഒക്കെ നേരിട്ടു. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഒരു അഭിവാദ്യകരമായ പാർവതിയെ മാറ്റി നിർത്താനുള്ള ഒരു കാരണവും ഒരു കാരണം ഇതുമാകാം എന്ന് തോന്നുന്നു. ഇത് തന്നെയല്ല കാരണം. പക്ഷെ ഇപ്പോൾ അന്ന് ഇരുന്ന നമ്മുടെ ഗീതു മോഹൻദാസ് ഇപ്പോൾ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. KGFലെ നായകൻ യാഷുമായിട്ട് നായകനാക്കിക്കൊണ്ട് ഒരു പടം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തു. വളരെ നല്ല കാര്യം. അപ്പം ആ പടത്തിൻ്റെ ചില രംഗങ്ങൾ പുറത്തു വന്നപ്പം വീണ്ടും വിമർശനങ്ങൾ കൊടികുത്തി വരികയാണ്. കാരണം സ്റ്റേറ്റ് കടന്നപ്പോൾ, കേരള സംസ്ഥാനം കടന്നു കഴിഞ്ഞ് വേറെ സംസ്ഥാനത്തിലേക്ക് പോയപ്പോൾ അന്ന് പറഞ്ഞ സ്ത്രീ വിരുദ്ധത എവിടെ, ആ നിലപാടുകൾ എവിടെ, നിലപാടുകൾ മാറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യമേ തന്നെ രംഗത്ത് വന്നത് കഫബ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ നിതിൻ രഞ്ജിത്ത് പണിക്കരാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞു, ഒരു പോസ്റ്റ് പങ്കുവെച്ച് അദ്ദേഹം, സ്ത്രീ വിരുദ്ധത തരുമ്പുമില്ലാത്ത, സ്ത്രീ ശരീരത്തെ വാസ്തുവൽക്കരിക്കുന്ന, നോട്ടങ്ങളില്ലാത്ത, കഫബയിലെ ആൺമുഷ്കം മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം ഫെയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റിവിട്ട പുള്ളി ഇപ്പം സ്റ്റേറ്റ് കടന്നപ്പം അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി. അപ്പം അന്ന് ഈ കഫബയിലെ രംഗം സ്ത്രീ വിരുദ്ധമാണ്, സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സിനിമകളിൽ സംഭവിക്കുന്നു, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഗീതു മോഹൻദാസ് വർഷങ്ങൾക്ക് ശേഷം യാഷിനെ നായകനാക്കി പടം സംവിധാനം ചെയ്തപ്പോൾ അത് ലൈംഗികപരമായിട്ട് സ്ത്രീ ശരീരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. കുറച്ച് രംഗങ്ങളെ പുറത്തു, അത് യാഷിൻ്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വിട്ടപ്പം
അതിനകത്തൊരു ഡാൻസ് രംഗമാണ്. അതിൻ്റെ ഫ്രീ വിരുദ്ധത സ്ത്രീ ശരീരങ്ങൾ പ്രദർശിപ്പിക്കുന്നു, പ്രദർശന വസ്തുവാക്കിയിരിക്കുന്നു. അതുപോലെ സ്ത്രീയുടെ ശരീരത്തിലേക്ക് മദ്യക്കുപ്പികൾ ഒഴിക്കുന്നു. ഇതൊക്കെ ഫ്രീ വിരുദ്ധതയല്ലാതെ മറ്റെന്താണ് എന്ന് ചോദിക്കുകയാണ്, പേര് പറയാതെ ചോദിക്കുകയാണ് നിതിൻ രഞ്ജിത്ത് പണിക്കർ. അപ്പം നിലപാടുകൾ എപ്പോഴും ഒരു നിലപാടായിരിക്കണം. സ്റ്റേറ്റ് വിടുമ്പോഴും സാഹചര്യത്തിനനുസരിച്ച് മാറ്റിപ്പറയേണ്ടതല്ല നിലപാടുകളല്ലേ. അപ്പം നമ്മൾ പാർവതിയുടെ നിലപാടിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും. പാർവതിയുടെ ചില നിലപാടില്ലായ്മയും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പാർവതി കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവരോടൊപ്പം നിന്നിട്ടുമുണ്ട്. ഗീതു മോഹൻദാസിൻ്റെ നിലപാടാണ് ഇപ്പം കാണുന്നത്. അപ്പം പല നിലപാടുകൾ പല സമയത്ത്, ഒരു നിലപാട് എന്ന് പറയുമ്പോൾ ഒറ്റ സമയം. ഇപ്പം സ്ത്രീ വിരുദ്ധതയുടെ ആവിഷ്കാരമെന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച ഇവരൊക്കെ പണം സംവിധാനം ചെയ്യുമ്പോഴും പടങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോഴും സ്ത്രീ വിരുദ്ധതയുടെ മൂർത്തിഭാവം പല ചിത്രങ്ങളിലും കാണാം. അതെപ്പോഴും ഞാൻ അവരാരെയും കുറ്റപ്പെടുന്നതില്ല. ഈ സിനിമ എന്ന് പറയുന്നത് കാശ് മുടക്കി സംവിധാനം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം മുടക്കുന്നവന് അത് കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി പല ഗിമിക്കുകളും കേൾക്കുക. അതൊരു കഥയാണ്. കഥയിൽ ചിലപ്പോൾ സ്ത്രീ വിരുദ്ധത പറയും. അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, ആൾക്കാർ കൈയടിച്ചെങ്കിൽ മാത്രമേ ആ പടം വിജയിക്കത്തുള്ളൂ. അപ്പം അതിനു വേണ്ടി കഥയിൽ ചില മേമ്പൊടികളും ഒക്കെ കയറ്റാം. ചില എരിവും പുളിയൊക്കെ കലർത്തിയാണ് കഥ പറഞ്ഞെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അതാരുടെയും കുറ്റമല്ല. അപ്പോൾ എല്ലാത്തിനും നഗ്ന ശരീരം പ്രദർശിപ്പിക്കാൻ പാടില്ല, നഗ്നത പ്രദർശിപ്പിച്ച് കാശാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ജനങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു കസബയുടെ ആ രംഗം തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയോടെ പ്രേക്ഷകർ സ്വീകരിച്ചതാണ്. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വീകരിച്ചു. അത് കാണുന്നവർക്കറിയാം ഇതൊരു കഥയാണ്, റിയൽ ലൈഫിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഇത് കഥ പറയുമ്പോൾ അത് നായകന് പ്രാധാന്യമുള്ള കഥ. സിനിമയിലൊക്കെ മിക്കവാറും നായകന് പ്രാധാന്യമുള്ളപ്പം നായകൻ്റെ ഗ്ലാമർ ഉയർത്തുന്ന രീതി തന്നെയാണല്ലോ കഥ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനെങ്ങനെയൊക്കെയുള്ള കഥകൾ ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം സ്ത്രീ വിരുദ്ധതയാണ്, ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് നിലപാടെടുക്കുകയും സ്വന്തമായിട്ട് ഒരു പടം സംവിധാനം ചെയ്തപ്പം ഈ സ്ത്രീ വിരുദ്ധതയുടെ മൂർത്തിഭാവം അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യും. അതുതന്നെയാണ് നിതിൻ രഞ്ജിത്ത് പണിക്കർ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പം ഗീതു മോഹൻദാസിൻ്റെ ചിത്രം, യാഷിനെ നായകനാക്കിയുള്ള ചിത്രം ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ ഇത് അന്യഭാഷാ ചിത്രമാണ്. അപ്പം ഇതിൽ കൂടുതൽ സ്ത്രീ വിരുദ്ധത അതിനാരോപിക്കും, പലരും രംഗപ്രവേശം. അതാണ് ഞാൻ പറഞ്ഞ, ഒരു പ്രാവശ്യം നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും മാറാൻ ഒരിക്കലും കഴിയില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാര്യമാണ്. അന്നത്തെ വീഡിയോകളെല്ലാം തന്നെ ഇപ്പോഴും ലഭ്യമാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം നിലപാടെടുക്കുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റുന്നത് നല്ല ശീലമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.